നാം കഴിഞ്ഞ ആഴ്ചയിൽ യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. 5 തരത്തിലുള്ള ഹൃദയങ്ങളെപ്പറ്റി നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉള്ളവർ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു? ജെറിനുണ്ടായിരുന്നില്ല, ജെറിനില്ലായിരുന്നല്ലേ, ഏഞ്ചലുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഓർമ്മയുണ്ടോ? സെർച്ചിങ് ഹാർട്ട്, ഓക്കെ. സെർച്ചിങ് ഹാർട്ട്, ബ്രോക്കൺ ഹാർട്ട്, പിന്നെന്താണ്? ഡൗട്ടിങ് ഹാർട്ട്, ഓക്കെ. ഫിയർഫുൾ ഹാർട്ട്, പിന്നെ അവസാനത്തെ എന്തായിരുന്നു? ഓൾ ഹാർട്ട്, എവ്രി വൺ. തുടങ്ങുന്നത് സെർച്ചിങ് ഹാർട്ട്. നമ്മൾ 20th സ്റ്റാർട്ടിങ്ങിലേക്കാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മഗ്ദലക്കാരത്തി മറിയും മറ്റു അനേകരും യേശുവിൻ്റെ കല്ലറയിലേക്ക് വരികയാണ്. അതിനുശേഷം ശിഷ്യന്മാർ 2 പേര് വന്നു, അവരെന്നിട്ട് തിരിച്ചു പോകുന്നു. അതിനുശേഷം മറിയ മാത്രം അവിടെ നിൽക്കുകയാണ്. മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുടനെ ദൂതന്മാർ വന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം യേശു വന്ന് അവളോട് സംസാരിക്കുന്നു. എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു, അവൾ ആ കുനിഞ്ഞ കല്ലറയ്ക്കകത്തേക്ക് നോക്കിയപ്പോൾ അവർ കണ്ട ആ കാഴ്ച, ഇറ്റ് വാസ് എ റെവലേഷൻ ഫോർ ഹെർ. എങ്കിലും അവളുടെ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം മുമ്പോട്ടേക്ക് വന്നപ്പോഴാണ് ഈ ശിഷ്യന്മാരെല്ലാവരും പേടിച്ച് വീട്ടിൽ അടച്ച് ഇരിക്കുന്നതുകൊണ്ടേ അവിടെ നടുവിൽ ഇറങ്ങി വന്നിട്ട് അവർക്ക് വന്ദനം പറയുന്ന യേശു. അപ്പോൾ അവരുടെ ആ ഒരു ഫിയർഫുള്ളായിട്ടുള്ള ഹാർട്ടായിരുന്നു. ആ ഫിയർഫുൾ ഹാർട്ടിനെ യേശു ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടായിരുന്നു, തോമസ് അവരുടെ കൂടെ ഇല്ലായിരുന്നു. തോമസ് ഇല്ലാഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് തൊട്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് വേണ്ടി ഒരു പ്രത്യക്ഷത ഉണ്ടാകുന്നു. അതിനുശേഷം അവനോട് പറയുകയാണ്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അത് അവിടം കൊണ്ട് മാത്രം നിൽക്കുകയല്ല, അതിന്നും തുടരുന്ന ഒരു പ്രവചനവാക്യം പോലെയാണ് യേശു പറഞ്ഞത്. അതായത് അന്ന് കണ്ടു വിശ്വസിച്ചു, ഇന്ന് നാം കാണാതെ വിശ്വാസത്തോടുകൂടി കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നാം പിന്നിലേക്ക് നോക്കി വിശ്വാസ കണ്ണുകളാൽ കാണുകയാണ്. അവൻ പാപം കൂടാതെ രണ്ടാമത് മടങ്ങി വരുന്നു എന്നുള്ള വിശ്വാസം, ആ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. അതിനുശേഷം അവസാനം 30-31 വാക്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഹോൾ പർപ്പസ് ഓഫ് ദ ചാപ്റ്റർ ഓഫ് ഗോസ്പൽ ഓഫ് ജോണിനെ പറ്റി പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അവിടെ എല്ലാ ഹൃദയങ്ങൾക്കുമുള്ള ഒരു ആഹ്വാനമായിട്ടാണ് അവിടെ നിർത്തുവാനിടയായിത്തീരുന്നത്. നാം ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം വായിച്ച് നിൽക്കുന്നുടനെ അവിടം കൊണ്ട് ചാപ്റ്റർ വേണമെങ്കിൽ നിർത്താം, അല്ലെ? 20-ാമത്തെ അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ ഇറ്റ്സ് ലൈക്ക് എ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദാറ്റ് ചാപ്റ്റർ. പക്ഷെങ്കിൽ ഒരു അധ്യായം കൂടെ, 21-ാമത്തെ അധ്യായം കൂടെ യോഹന്നാൻ അവിടെ ഒരു ടെയിൽ പഞ്ച് പോലെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേൾക്കാൻ ഇടയായി തീർന്നു. ദേവദാസ് ഇങ്ങനെയാണ് പറഞ്ഞത്, യേശുവിന് പുറത്ത് കടക്കുവാൻ വേണ്ടിയായിരുന്നു ആ കല്ലറയുടെ കല്ല് ഉരുണ്ടു മാറിയത് എന്ന് പറഞ്ഞൊരു പ്രസംഗം ഇങ്ങനെ കേട്ടു. ശരിക്കും യേശു പുറത്ത് വരാൻ വേണ്ടിയാണോ കല്ല് ഉരുണ്ടു മാറിയത്? ഒരിക്കലുമല്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു പഠിപ്പിക്കലാണ്. കാരണം ഈ അധ്യായത്തിൽ തന്നെ 20-ാം അധ്യായം വരുമ്പോൾ തന്നെ കാണുന്നുണ്ട്, കഥ അടച്ചിരിക്കുമ്പോൾ, വാതിൽ അടച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അങ്ങനെ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ യേശുവിന് അങ്ങനെ കല്ല് മാറ്റപ്പെട്ടിട്ട് പുറത്ത് വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അതിന് കണക്ട് ചെയ്ത് ഒരു വാക്യം കൂടെ ഒന്ന് നോക്കണം. മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 5 and 6 വരുമ്പോൾ, ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവീൻ. ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വിറ്റ്നസസിന് വന്ന് കാണുവാൻ വേണ്ടിയാണ് ആ കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ടത്. അല്ലെങ്കിൽ യേശുവിന് അത് പുറത്ത് വരേണ്ട ആവശ്യമൊന്നും, യേശുവിന് ആ പുനരുദ്ധാനത്തിൻ്റെ ശരീരത്തിന് അങ്ങനെ ഒരു കല്ല് ഉരുട്ടി മാറേണ്ടതായിട്ടുള്ള ആവശ്യകതയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ നിങ്ങൾ നാളെ കേൾക്കുകയാണെങ്കിൽ അന്നേരം മനസ്സിൽ വന്നോണം, പുനരുദ്ധാനം പ്രാപിച്ച് യേശുവിന് വേണ്ടി അല്ല കല്ല് ഉരുണ്ട് മാറിയത്, ആ വിറ്റ്നസസിന് അത് പോയി കാണുവാനും അവർക്കകത്ത് കയറി പരിശോധിക്കുവാൻ വേണ്ടിയാണ് ആ കല്ല് ഉരുണ്ട് മാറ്റപ്പെട്ടതെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. നാം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ 4 വ്യത്യസ്തമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. ഒന്ന്, ദ റിസൺ ക്രൈസ്റ്റ് മേഡ്സ് ഹിസ് ഡിസ്കറേജ്ഡ് ഡിസൈപ്പിൾസ്. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാർ ഡിസ്കറേജ്ഡ് ആയി പോയായിരുന്നു. യേശുവിൻ്റെ പ്രത്യക്ഷത ഉണ്ടായി എങ്കിൽ പോലും അവരുടെ ഹൃദയത്തിനകത്ത് ഒരു നിരാശയിലൂടെ കടന്നു പോവുകയാണ്. 2, ഹി റിസ്റ്റോഴ്സ് ദ ബ്രോക്കൺ ഷെപ്പേർഡ്. ആരായിരുന്നു ബ്രോക്കൺ ഷെപ്പേർഡ്? ആരായിരുന്നു? ശിഷ്യന്മാർ. ഒരു സ്പെസിഫിക്കലി ഒരാളുണ്ട്, പീറ്ററിനെ റെസ്റ്റോർ ചെയ്യുന്നു. 3, ദ റിസൺ ക്രൈസ്റ്റ് ഡിഫൈൻസ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. എന്താണ് യഥാർത്ഥമായിട്ടുള്ള ശിഷ്യത്വം എന്ന് യേശു പഠിപ്പിക്കുന്നു. അതിനുശേഷം
ദ റിസൺ ക്രൈസ്റ്റ് ലീവ്സ് ആൻ അൺഫിനിഷ്ഡ് സ്റ്റോറി. അത് ഇന്നും തുടരുന്ന ഒരു സ്റ്റോറിയാണ്, ഇന്നും തുടരുന്ന ഒരു സംഭവമായിട്ട് തുടരുന്ന ആ ഒരു രീതിയിലാണ് യോഹന്നാൻ 21 അധ്യായം പൂർത്തീകരിക്കുന്നത്. സോ ഒന്നാമതായി വരികയാണ് ദ റിസൺ ക്രൈസ്റ്റ് മേഡ്സ് ഹിസ് ഡിസ്കറേജ്ഡ് ഡിസൈപ്പിൾസ്. നമ്മളതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിലായിരിക്കും നാം ഇന്ന് ആദ്യം ചിന്തിക്കുന്നത്. അതിന് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. സോ തിബരിയാസ് കടൽ എന്ന് പറയുമ്പോൾ ഏത് കടലിൻ്റെ മറ്റൊരു പേരാണ്? ഗലീല കടലിൻ്റെ മറ്റൊരു പേരാണ് തിബരിയാസ് കടൽ എന്ന് പറയുന്നത്. സോ ഈ കടലിന് ഒത്തിരി അധികം പ്രത്യേകതകളുണ്ട്. ശീമോൻ പത്രോസിനെ ആദ്യമായി വിളിച്ചത് ഇവിടെ വെച്ചാണ്, അല്ലേ? ശീമോൻ പത്രോസ് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഉടനെ വന്നിട്ട് പറഞ്ഞിട്ട്, മക്കളെ നിങ്ങൾ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഈ കടലിൽ വെച്ചാണ് യേശു കടലിൻ്റെ വെള്ളത്തിന് മണ്ടയ്ക്കൂടെ നടക്കുന്നത്. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഈ തിബരിയാസ് കടൽക്കരയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഗലീല കടൽക്കരയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പഠിപ്പിക്കലുകളും നടന്ന ആ ഒരു സിനാരിയോയിലേക്കാണ് വീണ്ടും യോഹന്നാൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. താഴേക്ക് വരുമ്പോൾ ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നദനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. കുറേ ശിഷ്യന്മാരെല്ലാം കൂടെ കൂടിയിരിക്കുകയാണ്. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പത്രോസ് ഭയങ്കര ഇമ്പൾസീവായിട്ടൊരു വ്യക്തിയാണ്, അല്ലേ? പത്രോസിന് വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ യേശു ഇവരോട് പറഞ്ഞായിരുന്നു, ഞാൻ ഗലീലയിലേക്ക് നിങ്ങൾ എനിക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും, ഞാൻ അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാമെന്ന് യേശു പറയുന്നുണ്ട്. സോ ഹി വാസ് ഫോളോയിങ് ദാറ്റ് പാത്ത് ആസ് വെൽ. നമുക്ക് ആ മാത്യുവിലെ ആ വാക്യം ഒന്ന് പറഞ്ഞൊന്ന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 7, 10 and 16 നാം ഈ വാക്യങ്ങളൊക്കെ കാണുന്നത്. സോ അതുപോലെ തന്നെ ഈ ശിഷ്യന്മാർക്ക് തങ്ങളുടെ ഫാമിലീസ് ഉണ്ട്, അവരെ പ്രൊവൈഡ് ചെയ്തേ വെക്കത്തുള്ളൂ. എങ്ങനെ വഴികളൊന്നുമില്ല. സോ ദേ ഹാഡ് ടു ഡു സംതിങ്, വൺ ഓർ ദി അതർ ഐറ്റം ടു ഫീഡ് ദെയർ ഫാമിലീസ്. സോ അങ്ങനെ പത്രോസിന് വെറുതെ ഇരിക്കാൻ ഉള്ള ആ ഒരു ഇമ്പൾസീവ് നേച്ചർ കൊണ്ട് പറ്റാത്തത് കൊണ്ടും കൂടെ അദ്ദേഹം പറയുകയാണ്, എന്തായാലും ഒന്നും ചെയ്യുന്നില്ല, ലെറ്റ്സ് ഗോ ഫോർ ഫിഷിംഗ്. നമുക്ക് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പത്രോസും മറ്റ് ശിഷ്യന്മാരും മുമ്പോട്ടേക്ക് പോവുകയാണ്. ആ രാത്രിയിൽ പക്ഷെങ്കിൽ അവരൊന്നും പിടിച്ചില്ല. നിങ്ങൾ ആലോചിച്ചോണേ, ആ പ്രോഗ്രസ് മൊത്തം പണ്ട് നടന്ന ഒരു കാര്യത്തെ റിക്രിയേറ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഈ സിനാരിയോസ് മൊത്തം പോകുന്നത്. യേശു പണ്ട് ഇതുപോലെ വരുമ്പോൾ, നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് പറയുന്ന അതേ സിനാരിയോസ് തന്നെ, അതേ കടൽ, അതേ ശിഷ്യന്മാർ, അതേ ബോട്ട്, അതേ സിറ്റുവേഷൻസ്, ലൈക്ക് മീനില്ലാത്ത അനുഭവങ്ങൾ, ഇതെല്ലാം ഒന്നുകൂടി റിക്രിയേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് യോഹന്നാൻ ഈ സുവിശേഷം മുമ്പോട്ടേക്ക് പറയുന്നത്. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു ആരെന്ന് ഇവർക്ക് മനസ്സിലാകാത്തത്ര ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു. നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയയ്ക്കും ഇതുപോലെ തന്നെ ആയിരുന്നു. അവൾക്കും യേശുവാണെന്ന് മനസ്സിലായില്ല. എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു, അവർക്കും ഇതുപോലെ തന്നെ. അവർക്ക് ലേറ്റർ പറയുന്നുണ്ട്, അവരുടെ കണ്ണുകൾ തുറന്നപ്പോഴാണ് അത് യേശു ആയിരുന്നെന്ന് അവർക്ക് ഗ്രഹിക്കുവാൻ പറ്റിയത്. ഇപ്പോൾ തന്നെ ഡിസൈപ്പിൾസ്, ഇവർക്കും യേശു ആരെന്ന് മനസ്സിലാകുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ വളരെ അഫെക്ഷനേറ്റ് ആയിട്ട്, വളരെ സ്നേഹത്തോടുകൂടെ ഒരു പിതാവ് വിളിക്കുന്നത് പോലെയാണ് യേശു ശിഷ്യന്മാരെ വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകുമായിരിക്കും, ശിഷ്യന്മാർ ഒത്തിരി ദൂരെയല്ലേ, യേശു പറയുന്നത് എങ്ങനെ കേൾക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ഉണ്ടാകുമായിരിക്കും. ആ കടൽ എന്ന് പറഞ്ഞാൽ വലിയ ദൂരമില്ല. ഇവർ ഏകദേശം 70 to 80 ഫീറ്റ്, മീറ്റേഴ്സ് എവേ ആണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ യേശു ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന അത്ര ദൂരത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് വേണ്ട. അപ്പം ഈ ഒരു കാര്യമാണ് നടന്നത്. അത് തന്നെയല്ല, അന്നത്തെ കാറ്റും കോളും ഒന്നും ഇല്ലാത്ത വളരെ ശാന്തമായ ഒരു അനുഭവമാണ്. യേശുവിൻ്റെ രൂപം കാണത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ ശബ്ദം കൃത്യമായി ആ അവർ നിൽക്കുന്ന ലൊക്കേഷനിൽ എത്താൻ തക്കതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. യേശു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? യേശു ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയാണോ ചോദിക്കാനാണോ വന്നത്? യേശുവിന് അറിയത്തില്ല ഇവർ മീൻ പിടിക്കാൻ വേണ്ടി പോയതാ, ഇവർക്കൊന്നും കിട്ടിയില്ലെന്നൊക്കെ അറിയാം. പക്ഷെങ്കിൽ യേശു ഇവരെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്, ഇവരെ ഒന്ന് വിളിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എന്ത് ചെയ്യുകയാണ്?
നിങ്ങളെ ആരുടെ കൂടെയാണ് ആയിരിക്കുന്നത് എന്ന ആ രീതിയിൽ യേശു ഇവരെ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ഇടയനെ പോലെ യേശു അവരെ വിളിക്കുകയാണ്. അപ്പോൾ ഇതേ കോളുകൾ നാം പല ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദാമിനോട് ചോദിക്കുന്നുണ്ട്, ആദാമേ നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആരെ അയക്കേണ്ടു എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇത് അവസാനമായിട്ട് നോക്കുമ്പോൾ ശീമോനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നത്. അപ്പോൾ യേശു ആ ഒരു ഹൃദയങ്ങളെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ നീഡിനെ ഒന്നുകൂടെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരോട് ചോദിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നിരിക്കുന്നത്. യേശു അപ്പം പറയുകയാണ്, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശു. നിങ്ങൾ ഇതിനെപ്പറ്റി ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഒന്നും പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. സോ ഒരു പടകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8 to 9 meters വൈഡായിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ അത്രയും സ്പാനേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വലയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻസസ് ടെക്നിക്കലി ഉണ്ടാകുമോ? ഹ്യൂമൻ നേച്ചറിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ദർ ഇസ് നോ ഡിഫറൻസ്. കാരണം 8 to 9 meters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൂരമൊന്നും അല്ല, ഒരു വലിയ കടലാണ്. പക്ഷെങ്കിൽ യേശു അവിടെ ടെക്നിക്കാലിറ്റി അല്ല ചോദിക്കുന്നത്, ആർ യു ഒബേയിങ് ദി വേർഡ്സ് ഓഫ് ദി മാസ്റ്റർ? അതിനകത്ത് ഒബീഡിയൻസ് എന്നുള്ള കാര്യം മാത്രമാണ് യേശു ചോദിക്കുന്നത്. അതിനകത്ത് അപ്പം പറയുന്നില്ല, പിന്നെ ഞങ്ങൾ ഇപ്പുറത്തിട്ടിട്ട് കിട്ടിയില്ല, അന്ന് അപ്പുറത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊന്നും ഈ ശിഷ്യന്മാർ ചോദിക്കുന്നുമില്ല. ഇത് കേട്ടിട്ട് അവന്മാർക്ക് അന്ന് അവിടെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് വല ഇടുകയാണ്. അത് കേട്ടപ്പം ഈ വലയിട്ടു, പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കണമേ. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നുവെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് യോഹന്നാൻ്റെ മനസ്സിലൊരു സാധനം മിന്നിയത്. ഇത് ഞാൻ വേറെ എവിടെയോ കണ്ടായിരുന്നല്ലോ, ഇതേ വാക്കുകൾ, ഇതേ സിനാരിയോ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചായിരുന്നല്ലോ, ഇതേ വാക്കുകൾ ഇത് യേശു പറഞ്ഞ വാക്കുകളല്ലേ? എടാ, ഇടത്ത് കിട്ടിയില്ലെങ്കിൽ വലതു ഭാഗത്ത് മീൻ പിടിക്കാൻ വേണ്ടി ഇട്. ഞങ്ങൾ നേരത്തെ പോയൊരു സാഹചര്യത്തിനകത്ത് യേശു ഞങ്ങളോട് സംസാരിച്ചതാണ്. യേശു കണക്ട് ചെയ്യുന്ന ആ യോഹന്നാൻ കണക്ട് ചെയ്യുന്ന ഒന്ന് ചിന്തിച്ചോണേ. പത്രോസിന് മനസ്സിലായില്ല, മറ്റേ ശിഷ്യന്മാർ ദിദിമോസിനോ തോമസിനോ ആർക്കും മനസ്സിലായില്ല. പക്ഷെങ്കിൽ യേശു അധികം സ്നേഹിച്ചാന്നല്ലേ, യേശു സ്നേഹിച്ച ശിഷ്യൻ അവൻ്റെ ഹൃദയത്തിനകത്ത് ആ ഒരു കണക്ഷൻ ഉണ്ടാകുകയാണ്. യെസ്, ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞത് കർത്താവ് തന്നെ. യേശുവിൻ്റെ വാക്ക് അവൻ ഓർക്കുവാൻ ഇടയായിത്തീർന്നു. ചില സമയത്ത് നമ്മളോട് കർത്താവിൻ്റെ ആ ആലോചനകൾ, കർത്താവിൻ്റെ ഡിറക്ഷൻസ് നമുക്ക് തരുന്ന ഉടനെ ചിലപ്പോൾ നമ്മൾ കേട്ട വാചകങ്ങൾ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളായിരിക്കും. പക്ഷെങ്കിൽ ഇഫ് യു ഹാവ് ദാറ്റ് യുവർ ഹാർട്ട് അലൈൻഡ് പെർഫെക്റ്റ്ലി വിത്ത് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഹൃദയവുമായി നിങ്ങളുടെ ഹൃദയം ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ദൈവത്തിൻ്റെ വാക്കുകളാണോ അതോ നിങ്ങളുടെ ഇമോഷനാണോ സംസാരിക്കുന്നതെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ ഒത്തിരി അധികം കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കണോ, ഇതെടുക്കണോ, എന്ത് ചെയ്യണം എന്നറിയാതെ ഒത്തിരി തോട്ട് പ്രോസസ്സിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആ ശബ്ദം ഗ്രഹിക്കണമെങ്കിൽ ഇവിടെ യോഹന്നാനെ പറഞ്ഞ പോലെ യേശു സ്നേഹിച്ച ശിഷ്യൻ, ഇത് രണ്ട് റിലേഷൻ, അങ്ങോട്ടും സ്നേഹമുണ്ട്, തിരിച്ചും സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ദൈവഹിതം നാം തീർച്ചയായിട്ടും മനസ്സിലാകുന്നത്. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമ്മൾ ആക്ച്വലി എപ്പോഴും പോകുന്നത് ദൈവഹിതം അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വി ആർ സീക്കിംഗ് ആഫ്റ്റർ ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് വി ആർ നോട്ട് റെഡി ടു സറണ്ടർ അവർ ഹാർട്ട്സ് ബിഫോർ ഗോഡ്. സോ ഗോഡ് ഈസ് ആസ്കിംഗ് us this evening to surrender first, then seek his will. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ഹൃദയം നിങ്ങൾ ദൈവത്തിൽ സമ്മതിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു സീക്ക് ആഫ്റ്റർ ദ വിൽ ഓഫ് ഗോഡ്. ഹി വിൽ എസ്റ്റാബ്ലിഷ് ദാറ്റ് വിൽ ഇൻ യുവർ ഹാർട്ട്സ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ ഹൃദയമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. നിങ്ങളുടെ ജീവിതത്തിന് മുമ്പോട്ടുള്ള വഴികളിലേക്കൊക്കെ പോകുമ്പോൾ, ഒത്തിരി അധികം ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതം ഇതാണോ അതാണോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട്, കർത്താവെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പെർഫെക്റ്റ്ലി സബ്മിറ്റഡ് ആണോ? ഞാൻ കർത്താവിനെ മര്യാദയ്ക്ക് സ്നേഹിച്ചിട്ടാണോ ഞാൻ ദൈവത്തിൻ്റെ ഹിതമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്? ഇത് എപ്പോഴും നമ്മുടെ ഹൃദയത്തെ നമ്മൾ വളരെയധികം പിടിച്ചുലയ്ക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഞാനിത് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനിത് കണക്ട് ചെയ്തത്. സോ മേക്ക് ഷുവർ യു ലിസൺ ടു ഹിസ് വോയിസ് കംപ്ലീറ്റ്ലി. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ നമ്മുടെ ചെവികളൊന്ന് ട്യൂൺഡ് ആകേണ്ടത് വളരെ ആവശ്യമാണ്. അതല്ലെങ്കിൽ നാം സബ്മിറ്റഡ് അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം നോയ്സസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് അറിയത്തില്ല ഇത് ഏത് ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. മൈ ഷീപ്പ് വിൽ ഹിയർ മൈ വോയിസ് എന്ന് പറയുമ്പോൾ ഐ ഷുഡ് ബി ദ ഷീപ്പ്.
ഞാൻ കർത്താവിൻ്റെ ആളായി ഇല്ലെങ്കിൽ, എനിക്ക് ആ ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ എനിക്ക് യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ യോഹന്നാനെ ട്രിഗർ ചെയ്തത്. ഇത് കർത്താവാകുന്നു എന്ന് പറഞ്ഞ് ട്രിഗർ ചെയ്ത് ആ മൊമെന്റിൽ പത്രോസിനോട് പറയുകയാണ്, എടാ ഇത് യേശുവാ എന്ന് പറഞ്ഞു. ആ മൊമെന്റിൽ തന്നെ താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിലേക്ക് താൻ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായിക്കാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വരികയാണ്. അങ്ങനെ അവർ ആ ക്യാച്ച് എടുത്തുകൊണ്ട് ഈ കരയിലേക്ക് വന്നു. കരയ്ക്ക് ഇറങ്ങിയ ശേഷം അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. യേശു ഓൾറെഡി മീൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഹി വാസ് ആസ്കിങ്, ഇപ്പോൾ പിടിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. സോ ഞാൻ ആ പത്രോസിനെ ഒന്ന് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, യേശുവിൻ്റെ പ്രത്യക്ഷത കണ്ടു. അതിന് മുമ്പായിട്ട് യേശുവിൻ്റെ കല്ലറയിൽ ഓടിപ്പോയി യോഹന്നാനേക്കാൾ വേഗത്തിൽ ചെന്ന് അകത്ത് കയറി യേശു ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ്റെ ഹൃദയത്തിനകത്ത് ആ റെസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? അതായത് ഞാനൊരു തെറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ജെറിനോട് ഞാനൊരു തെറ്റ് ചെയ്തു. ഞാനും ജെറിനും തമ്മിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ക്ഷമ പറഞ്ഞ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ എനിക്ക് ജെറിനെ എപ്പം കണ്ടാലും എൻ്റെ മനസ്സിനകത്ത് ഒരു വിഷമം കാണത്തില്ലേ? എനിക്ക് അവനോട് നന്നായി സംസാരിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. ജെറിന് എൻ്റെ മുമ്പിൽ എവിഡൻ്റായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാകുമായിരിക്കാം. പക്ഷെങ്കിൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു അനുഭവത്തിലായിരിക്കത്തില്ലേ പോകുന്നത്. സോ അതേ ഒരു സിനാരിയോയിലൂടെയാണ് പത്രോസ് കടന്നു പോകുന്നത്. സോ അവിടെ യേശു പത്രോസിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സിനാരിയോ മൊത്തത്തിൽ റിക്രിയേറ്റ് ചെയ്താണ് കൊണ്ടുവരുന്നത്. ഒന്നാമത് പത്രോസിനെ വിളിച്ച സ്ഥലത്തേക്ക് അതേ സിനാരിയോ കൊണ്ടുവന്നു. എവിടെയാണ് വിളിച്ചത്? തിബരിയാസ് കടലിന് നടുവിൽ, അല്ലെങ്കിൽ ആ കടൽക്കരയിൽ വെച്ച് അവനെ ആദ്യമായി കണ്ട ആ സിനാരിയോസ് എല്ലാം റിക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം കരക്കിലേക്ക് കയറി വരുമ്പോൾ തീക്കനലും മീനും അപ്പോ ഇല്ലെന്നേ ഉള്ളൂ. ഈ തീക്കനൽ വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു. യേശുവിനെ തള്ളി പറഞ്ഞ സമയത്ത് അവൻ തീ കാഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ അതേ വാക്ക്, ദ ഫയർ ഓഫ് കോൾസ് എന്നുള്ള ആ സെയിം വാക്ക് തന്നെയാണ് മറ്റേ ഭാഗത്തും ഉപയോഗിച്ചിരുന്നത്. അതല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിനകത്തുള്ള ട്രോമാസ് മൊത്തം പോപ്പപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഈവൻസ് ആണ് മൊത്തം വരുന്നത്. യേശുവിൻ്റെ ആ കൺഫ്രണ്ടേഷൻ രീതി ഒന്ന് ശ്രദ്ധിക്കണേ. വളരെ സട്ടിലായിട്ട്, വളരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് യേശു ഈ പത്രോസിനോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം യേശു ശിഷ്യൻ്റെ അടുത്ത് വന്നു. അതിനുശേഷം ശിമോൻ പത്രോസ് കയറി എല്ലാ മീനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. 153 പേരത്തെ മീൻകൂട്ടം ഒന്നും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല അത്. യേശു വന്നിട്ട് നിങ്ങൾ ഭക്ഷണമൊക്കെ നിങ്ങൾ വെള്ളത്തിലൊക്കെ ആയിരുന്നല്ലോ, തണുപ്പൊക്കെ അടിച്ചല്ലേ, പത്രോസെ നീ ചോദിച്ചിട്ട് തീയൊക്കെ കാഞ്ഞു നിൽക്കുക, നീ വെള്ളത്തിൽ ഇറങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശിഷ്യന്മാരിലെ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ കൊടുത്തു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക്, ഇതിപ്പോൾ 3ാമത്തെ പ്രത്യക്ഷതയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം 15-ാം വാക്യം, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, നിങ്ങൾ ആലോചിച്ചോണേ ഇത്രയും കാര്യങ്ങൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ പത്രോസിൻ്റെ ഹൃദയം യേശുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി കഴിക്കുമ്പോഴും മീൻ കഴിക്കുമ്പോഴും ഒക്കെ ഒരു വേദനയോടുകൂടെ ആയിരിക്കാം ഈ പത്രോസ് ഇരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അങ്ങ് നമ്മൾ ആ ഒരു ഷൂവിൽ നിന്ന് ചിന്തിക്കണമേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ടേ 2 ചെയർ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ 2 കല്ല് അടുക്കി വെച്ചേക്കാണ്. യേശു പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട് അവനുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുകയാണേ. അവനോട് സംഭാഷണം ഒന്ന് ചിന്തിക്കണേ. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതായത് അവനോട് മത്തായി സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ശിമോൻ പത്രോസെ, നീ ഇനി മുതൽ കേഫാവെന്ന് വിളിക്കപ്പെടും, അല്ലെങ്കിൽ പത്രോസ് പാറക്കഷ്ണം എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. ആ പേരല്ല പക്ഷെ യേശു കൂടെ വിളിക്കുന്നത്, ഇവൻ്റെ പഴയ പേര് വിളിക്കുകയാണ്. ശിമോൻ പത്രോസിൻ്റെ മകനെ, യോഹന്നാന്റെ മകനായ ശിമോൻ പത്രോസെ എന്ന് പറഞ്ഞ അവനെ ആ കേഫാവ് നല്ല വിളിക്കുന്നത്, അവനെ ആ പഴയ പേര് വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇവയിൽ അധികമാണ്. നീ ഒത്തിരി കാര്യങ്ങൾ കണ്ടു, നീ ഒത്തിരി മിനിസ്ട്രി കണ്ടു, നീ ഒത്തിരി എടുത്ത് ചാടി ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് എപ്പോഴോ നീ പിന്മാറിപ്പോയി. നിന്റെ ഹൃദയത്തിനകത്ത് നീ അതിദുഃഖത്തോടെ കരഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ
I just want to confirm, I just want to ask this question. നീ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? യേശുവിൻ്റെ ആ കൺഫ്രണ്ടേഷൻ രീതി അവനെ ഹ്യൂമിലിയേറ്റ് ചെയ്തല്ല ചോദിക്കുന്നത്. ചില ആളുകൾ ചെയ്യുന്നത് പോലെ, നീ തെറ്റിപ്പോയോ, നീ എന്നാലും എന്നെ തള്ളി പറഞ്ഞില്ലേടാ. അത് ശരിക്കും പറഞ്ഞാൽ പാസ്റ്ററൽ കെയർ ആണ് യേശു ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹൃദയത്തിനകത്തും നമ്മുടെ ചർച്ചുകളിലും നമ്മുടെ എൽഡേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ്, നമ്മുടെ ചർച്ചിൽ നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ യേശു വളരെ സട്ടിലായിട്ട് ഇവിടെ പറയുകയാണ്. ഒന്ന്, ജീസസ് റെസ്റ്റോഴ്സ് പീപ്പിൾ പേഴ്സണലി. അവരുടെ അടുത്ത് ചെന്നാണ് അവരെ റെസ്റ്റോർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ അവരെ പബ്ലിക്ലി ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട്, നമ്മൾ നാട്ടിലൊരു വാക്യം പറയാനുണ്ട്, പരസ്യ കോലമാക്കിയിട്ടല്ല യേശു ഒരുവനെ റെസ്റ്റോർ ചെയ്യുന്നത്. ഒരുവൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആദ്യം അവനോട് പേഴ്സണലി സംസാരിക്കുക, അവനെ പിന്നെ രണ്ട് വിറ്റ്നസസിൻ്റെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുക എന്നൊക്കെ യേശു പിന്നത്തേതിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് യേശു ഇവിടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യം അവൻ്റെ അടുത്ത് പേഴ്സണലി ചെല്ലുക. യു ഹാവ് ടു സ്റ്റാർട്ട് ദ റിലേഷൻഷിപ്പ്. അവൻ എവിടെയാണ് വീണതെന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്ന് ആ ക്രമീകരണമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ യേശുവിൻ്റെ ആ ചോദ്യത്തിനകത്ത്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഞാൻ ആ വാക്കുകളുടെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു സെർമൺ ഞാൻ നേരത്തെ പ്രസംഗിച്ചതാണ്. 3 വിധത്തിൽ. അഗപ്പയാണ് ചോദിച്ചത്, ഫിലിയോയാണ് പറഞ്ഞത് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെങ്കിൽ യേശു പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. അടുത്ത വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം ജീസസ് റിസ്റ്റോഴ്സ് ത്രൂ ലവ്, നോട്ട് ത്രൂ ഷെയിം. അവനെ കളിയാക്കുന്ന രീതിയിലല്ല ചോദിക്കുന്നത്. പകരം അവനോട് ആ ആദ്യ സ്നേഹത്തിലേക്ക് നീ ഒന്ന് മടങ്ങി വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അവനോട് ചോദിക്കുന്നത്. കാരണം യേശു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്, അല്ലെ പ്രോമിസസ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിനോട് സ്നേഹമുണ്ടായിരുന്നു, യേശുവിനോട് ബഹുമാനമുണ്ടായിരുന്നു, മറ്റ് ശിഷ്യന്മാരെക്കാൾ ഞാൻ വലിയവനാകണം, ഞാൻ എല്ലാ കാര്യങ്ങളും മുമ്പേ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദാറ്റ് എറ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റെല്ലാവരും തെറ്റിപ്പോയാലും ഞാൻ മാത്രം തള്ളി പറയത്തില്ല, തെറ്റിപ്പോകത്തില്ലെന്ന് പറയുന്ന ഒരു നിഗളത്തിൻ്റെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. കർത്താവിനോട് സ്നേഹമുണ്ട്, പക്ഷെ കർത്താവിനോടുള്ള സ്നേഹത്തിനേക്കാൾ മുകളിൽ തൻ്റെ സ്വയത്തിൽ ആശ്രയിക്കുന്ന ഒരു പത്രോസ്. അതാണ് ചോദിക്കുന്നത്, മോനെ, നീ നിന്നെ തന്നെ വലിയവനായിട്ടല്ല കാണേണ്ടത്. യു ഹാവ് ടു കം ടു ദ ലവ്. സ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, വെൻ യു ഹാവ് ദാറ്റ് ഫൗണ്ടേഷൻ ഓഫ് ലവ് ഇൻ യുവർ ഹാർട്ട്, എവറിത്തിങ് എൽസ് വിൽ ഫോൾ പ്രോപ്പർലി. എല്ലാം ഓക്കെ ആകും എന്നുള്ളൊരു ചോദ്യമാണ് യേശു പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. റെസ്റ്റോറേഷൻ ബിഗിൻ വിത്ത് റെസ്റ്റോറിങ് ലവ് ഫോർ ക്രൈസ്റ്റ്. നമ്മൾ പലപ്പോഴും കാണുന്നത്, ഒരു വ്യക്തി തങ്ങളുടെ ജീവിതത്തിനകത്ത് പാപത്തിൽ വീണുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സഭകളിലൊക്കെ അവരെ ആദ്യം എന്താ ചെയ്യുന്നത്? ലീഡർഷിപ്പിൽ നിന്ന് അങ്ങ് അല്ലേ മാറ്റും. സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റും, ട്രഷറർ ആണെങ്കിൽ അതിനകത്ത് നിന്ന് മാറ്റും, പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്ററോട് പറയും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറയും. അപ്പോൾ പിന്നത്തേതിൽ ഇവർ റെക്കൺസൈൽഡ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. ഒരു 3 മാസം 4 മാസം കഴിയുമ്പോഴത്തേക്കും ഇവരെ റിസ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പഴയ പ്രൗഢിയോടുകൂടെ തിരിച്ചു വരികയാണ്. പക്ഷെങ്കിൽ യേശു ചോദിക്കുന്നൊരു ചോദ്യമാണ്, മോനെ, നിന്റെ ആ ലീഡർ എന്നുള്ള പദവിയിലേക്കല്ല വരേണ്ടത്. യു ഹാവ് ടു കം ടു യുവർ ലവ് ഫസ്റ്റ്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്കുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പൊസിഷൻസിലേക്കല്ല നമ്മൾ വരേണ്ടത്, പൊസിഷനല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. പകരം നമ്മുടെ ഫൗണ്ടേഷനായിട്ടുള്ള സ്നേഹം ആദ്യം ഫിക്സ് ചെയ്യണം. ഒന്ന്, അവനെ പബ്ലിക്ലി ഹ്യൂമിലേറ്റ് ചെയ്യാതെ പ്രൈവറ്റ്ലി അവനോട് സംസാരിക്കുന്നു. 2, അവനെ സ്നേഹത്തിലേക്ക് വരുത്തുകയാണ്. നമ്മുടെ ചർച്ചകളിൽ ഞാൻ 2 കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത്, ഹാർഷ്നെസ് വിത്തൗട്ട് ഗ്രേസ്, പീപ്പിൾ ഹൂ ഫെയിൽ ക്യാൻ നെവർ ബി യൂസ്ഫുൾ അഗൈൻ എന്നൊരു കാര്യം പറയുന്നുണ്ട് ആളുകൾ. ചില ആൾക്കാർ പറയും ഗ്രേസ് വിത്തൗട്ട് റിപ്പൻറ്റൻസ്. പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പാപമൊക്കെ കർത്താവ് ക്ഷമിക്കും. അവർക്ക് ആ റിപ്പൻറ്റൻസിനുള്ള അവസരങ്ങൾ കൊടുക്കാത്ത സഭകളുണ്ട്. അവരെ എല്ലാം ഓക്കെ ആയിക്കോളും, ഓട്ടത്തിൽ അവർ ശരിയായിക്കോളും എന്ന് പറയുന്ന ഇത്. പക്ഷേ യേശു അതല്ല ചെയ്യുന്നത്. അവനെ റൈറ്റായിട്ട് കൺഫ്രണ്ട് ചെയ്യുകയാണ്. അവനോട് പാപം ചെയ്തത് അവനെ കൺഫ്രണ്ട് ചെയ്തു. അവനെ നീ ചെയ്ത് തെറ്റായി പോയെന്ന് ഈ വാചകങ്ങളിലൂടെ അവന് മനസ്സിലാകുകയാണ്. അതോടൊപ്പം തന്നെ അവനെ ആ കൃപ, കർത്താവിൻ്റെ കൃപ അവന് ചൊരിയുവാൻ തക്കോണം ഇടയായി തീരുകയാണ്. 2ാമത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിനും പത്രോസ് പറയുകയാണ്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു.
മൂന്നാമതും ചോദിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. അപ്പം 3 അവസരങ്ങൾ 3 വിധത്തിൽ അവനോട് സംസാരിക്കുകയാണ്. ഈ 3 അവസരങ്ങളിലും ആ റെസ്റ്റോറേഷൻ്റെ ലെവൽ ഒന്ന് ചിന്തിച്ചോണേ. അവനോട് 3 പ്രാവശ്യം പറയുന്നുണ്ട്. 1 ഫീഡ് മൈ ലാംസ് എന്ന് പറയുന്നുണ്ട്, 2 ടെൻഡ് മൈ ഷീപ്പ് എന്ന് പറയുന്നുണ്ട്, 3 ഫീഡ് മൈ ഷീപ്പ്. എഗെയിൻ ആ സെയിം സംഭവങ്ങൾ തന്നെ ഒന്നുകൂടെ പറയുകയാണ്. അവനെ റിസ്റ്റോർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവന് ഫോർഗീവ്നെസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവനെ ആ ശുശ്രൂഷയിലേക്ക് റിസ്റ്റോർഡ് ചെയ്യുകയാണ്. റിസ്റ്റോറേഷൻ നടക്കുകയാണ്. ഇതായിരിക്കണം നമ്മുടെ സഭകളിൽ നടക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കേണ്ടത്. ഒരുവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് പിന്നെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയായിട്ട് ചെയ്യാനല്ല പറയുന്നത്. പകരം അവനെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വഴി നടത്തുവാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. അവരാ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വന്നു എന്നുള്ള ആ ബോധ്യം അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ കാണുമ്പോൾ അവരെ റിസ്റ്റോർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ടല്ല നിൽക്കേണ്ടത്. അവിടെ ഒരുവൻ തെറ്റ് ചെയ്തു, അവനെ പിന്നെ ഈ സമൂഹത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്തവനായിട്ടല്ല മാറ്റേണ്ടത്. പകരം അവൻ റിസ്റ്റോർഡ് ആയെന്ന് പൊതുവിൽ അവൻ്റെ ജീവിതത്തിലൂടെ ജീവിതചര്യയിലൂടെ തോന്നുകയാണെങ്കിൽ വി ഹാവ് ടു റിസ്റ്റോർ ഹിം ബാക്ക് ടു ദാറ്റ് റോൾ. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇത് നമുക്ക്, കാരണം ഒരുവൻ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസമാണ്, അല്ലേ? എത്രയോ അധികം വ്യക്തികൾ ഇപ്പോൾ ഒരു അലിഗേഷൻ വന്നാൽ പോലും അവരതിനകത്ത് തെറ്റ് ചെയ്യുക വാട്ട് എവർ ഇറ്റ് ഈസ്, ദൈവം അറിയുന്നു. പക്ഷെ അതിനുള്ള അവസരങ്ങൾ കൊടുക്കാതെ അവൻ തെറ്റുകാരനെന്ന് പറഞ്ഞ് പുറന്തള്ളപ്പെടുന്ന അനുഭവങ്ങൾ സഭകളിൽ ഉണ്ടാകുന്നുണ്ട്. ബട്ട് വി മസ്റ്റ് കം ബാക്ക് ടു ദാറ്റ് ലവ് ഓഫ് ക്രൈസ്റ്റ്. റെസ്റ്റോറേഷനുള്ള അനുഭവങ്ങൾ, അവസരങ്ങൾ നമ്മൾ സഭകളിൽ കൊടുക്കണം. അതുകൊണ്ടല്ല ഞാൻ എപ്പോഴും പറഞ്ഞൊരു വ്യക്തിയാണ് ജോൺ മാർക്ക്. ഇതുപോലെ ശുശ്രൂഷയുടെ ഇടയിൽ ഇറങ്ങി ഓടിയ ഒരു വ്യക്തിയാണ് ജോൺ മാർക്ക്. ഇത് കാരണം പൗലോസും ബർന്നബാസും തമ്മിൽ വലിയ ഉഗ്രവാദമൊക്കെ ഉണ്ടായി. പക്ഷെ ശേഷം കാണുന്നുണ്ട് അവൻ എനിക്ക് പ്രയോജനമുള്ളവെന്ന് ഫിലേമോൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. സോ റെസ്റ്റോറേഷനുള്ള അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ കർത്താവിൻ്റെ മാതൃക നമ്മൾ പിന്തുടരണം. കർത്താവിൻ്റെ ആ ഹൃദയം നമ്മൾക്കുണ്ടാകുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സഭകളുടെയൊക്കെ മീനിങ് വ്യത്യാസം ഉണ്ടാകും. സഭകളുടെ ആ മിഷൻ ഓറിയൻറ്റേഷനൊക്കെ ഡിഫറൻസസ് ഉണ്ടാകും. സഭ നമ്മുടെ ആരുടെയും അല്ല കേട്ടോ, നമ്മുടെ ആരുടെയും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. IPC എന്നുള്ള ലേബലിൻ്റെ അണ്ടറിൽ നമ്മൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കർത്താവിൻ്റെ സഭയാണ്. അവൻ്റെ രക്തത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എന്ന് വെച്ച് IPCയുടെ അല്ലേ എന്ന് പറഞ്ഞ് നമുക്കാർക്കും നിഗളിക്കാനുള്ള അവസരങ്ങളില്ല. നമ്മെ വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി ജീവിക്കേണ്ട അവസരം ഒന്നുകൂടെ നൽകിയതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് വേണം ഇവിടെ നിൽക്കുവാൻ. ഇതിൻ്റെ ഒരു പാർട്ടാണ് ഫെലോഷിപ്പിൻ്റെ ആ ഒരു എക്സ്റ്റൻഷനും കൂടെ ആ ഒരു റെസ്റ്റോറേഷനകത്ത് ഉണ്ടാകുകയാണ്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ടേക്ക് പോകട്ടെ. ഇത് കേട്ടു യേശു പറയുകയാണ്, ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി. അവൻ മരിക്കുന്ന വിധത്തെ പറ്റിയൊക്കെ പറയുകയാണ്, അവൻ്റെ മിഷനെ പറ്റി യേശു പറയുകയാണ്. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ അടുത്ത വാക്യം ഇത് പറഞ്ഞിട്ട് 19-ാം വാക്യം, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. യേശു ആദ്യം പറയുന്നുണ്ടായിരുന്നു ഫോളോ മീ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാമത് വന്നിട്ട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കണം. നീ നിൻ്റെ സ്വയത്തിലല്ല നീ അനുഗമിക്കേണ്ടത്, നീ എൻ്റെ ആശ്രയത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താൽ എന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇതിലൊരു ആർട്ടിക്കിൾ ഞാൻ ഷെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ ഈ ഫോളോ മീ എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ വായിക്കുവാണെങ്കിൽ ആ 2 ഡിഫറൻസസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇടയായിത്തീരും. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച പത്രോസിൻ്റെ ആ ഒരു സ്റ്റൈൽ നോക്കിക്കോണേ. ശിഷ്യൻ പിരിഞ്ചെല്ലുന്നത് കണ്ടിട്ട്, അപ്പോൾ അടുത്ത വാക്യം, അത്താഴത്തിൽ യേശുവിനോട് കൂടെ ഇരുന്നായിരുന്നു. അവൻ പത്രോസിനെ കണ്ടിട്ട്, കർത്താവേ, ഇവന് എന്ത് സംഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. 21-ാം വാക്യം, നിങ്ങൾ ആ ഒരു സിനാരി ഒന്ന് ചിന്തിച്ചോണേ. പത്രോസ് വേദനിച്ച് നിൽക്കുകയായിരുന്നു. പത്രോസിനെ യേശു റിസ്റ്റോർ ചെയ്തു. എന്നോട് പറഞ്ഞു, മോനെ നീ എന്നെ അനുഗമിക്കേ എന്നൊക്കെ പറഞ്ഞു. അപ്പം യേശു റെസ്റ്റോർഡായി, ഞാൻ ഓക്കെ ആയി എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് അപ്പുറത്ത് യോഹന്നാൻ ഇങ്ങനെ യേശുവിന് അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ്റെ ഉള്ളിൽ ആ ഒരു ലീഡർ അങ്ങ് പൊങ്ങി. അവൻ്റെ ഉള്ളിൽ ആ പഴയ മനുഷ്യൻ അങ്ങ് പൊങ്ങി. എന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മിഷനൊക്കെ ഓക്കെ ആയി, ഐ എം സെറ്റിൽഡ്, മൈ മിഷൻ ഈസ് സെറ്റ്. ഇവൻ എന്ത് ആകും? യോഹന്നാന് എന്താകും?
ഞങ്ങൾ ഒന്നിച്ചാ ഓടിയത്, പക്ഷെ അവൻ പുറത്ത് നിന്നേ ഉള്ളൂ, ഞാൻ ആ ഓടി അകത്ത് കയറിയത്. ഞാൻ ഇവനെക്കാട്ടിലും ബെറ്ററാണ്, ഞാൻ വെള്ളത്തിൻ്റെ മണ്ടക്കൂടെ ഒക്കെ നടന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ്. എനിക്ക് ഇത്രയാണെങ്കിൽ അവൻ്റെ മിഷൻ എന്താ? ആ വാക്യം അങ്ങനല്ലേ കാണുന്നത്? വാക്യം ഒന്നുകൂടെ വായിച്ചേ. യേശു അവൻ പത്രോസിനെ കണ്ടിട്ട്, പത്രോസ് കണ്ടിട്ട്, കർത്താവേ ഇവന് എന്ത് സംഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. എടാ, ഇവനെ ബോധർ എന്ന കാര്യമല്ലത്, ഇവന് തലയിടേണ്ട കാര്യമുണ്ടോ? മറ്റ് ശിഷ്യന്മാർ, യോഹന്നാൻ മാത്രമല്ല, മറ്റനേക ശിഷ്യന്മാരുണ്ട്. പക്ഷെങ്കിൽ ടാർഗറ്റ് ആരായിരുന്നു? യോഹന്നാൻ നോക്കിയിട്ട് പറയാണ്, യേശുവിനോട് ചോദിക്കുകയാണ്, ഐ ആം ഗുഡ്, ഐ ആം റിസ്റ്റോർഡ്, ഐ ആം ഫൈൻ, എനിക്ക് അവൻ്റെ കാര്യം കൂടെ ഒന്ന് അറിയണം. ഒരു കമ്പാരിസൺ അവിടെ ഉടലെടുക്കുകയാണ്. ഇത് മിനിസ്ട്രി റിസ്റ്റോർഡായി. മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവൻ്റെ കാര്യത്തിലാണ് തലയിടേണ്ടത്. എൻ്റെ മിനിസ്ട്രി അല്ല റിജോയുടെ മിനിസ്ട്രി അല്ല അനീഷ് ബ്രദറിൻ്റെ മിനിസ്ട്രി അല്ല ബെഫിൻ ബ്രദറിൻ്റെ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ഡിഫറൻസസ് ഉണ്ട്, മിനിസ്ട്രീരിയൽ ഡിഫറൻസസ് ഉണ്ട്, അല്ലേ? കൊരിന്ത്യൻസിൽ തന്നെ പറയുന്നതുകൊണ്ട് എല്ലാം ശ്രവണമായാൽ ഘ്രാണം എവിടെ? അല്ലെങ്കിൽ എല്ലാം ഹിയറിങ് ആയി കഴിഞ്ഞാൽ സ്മെല്ലിങ് എവിടെ? എല്ലാവരും കൈ ആയി കഴിഞ്ഞാൽ കാലെവിടെ? എല്ലാവർക്കും ഓരോ ദൗത്യങ്ങൾ സഭയിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു, സഭ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ പറഞ്ഞത്, കഴിഞ്ഞ സൺഡേയിലാണ് നമ്മൾ പറഞ്ഞത്, സഭ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്, ഒരു കമ്മ്യൂണിറ്റി ഓഫ് ബേർഡൻ ബെയറേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ കൈത്താങ്ങുക നൽകുവാൻ വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്ന സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ മിനിസ്ട്രി അല്ല, ചിലപ്പോൾ ഞാൻ മിസ് ഔട്ട് ആകുന്ന കാര്യങ്ങളൊക്കെ പിക്കപ്പ് ചെയ്യുന്ന ഒത്തിരി വ്യക്തികൾ ഇവിടെ കാണുമായിരിക്കാം. ചിലപ്പോൾ ഞാൻ എല്ലാവരെയും പേഴ്സണലി ചിലപ്പോൾ വിളിക്കാൻ ചിലപ്പം വിട്ടുപോകുമായിരിക്കാം. എൻ്റെ സ്കെഡ്യൂൾ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയേക്കാം. അപ്പോൾ ചിലപ്പോൾ ഇവിടെയുള്ള ഒരു വ്യക്തിയായിരിക്കും, ഒരു സഹോദരനായിരിക്കും, ഒരു സഹോദരിയായിരിക്കും വിളിച്ച് അന്വേഷിക്കുന്നത്. ചിലപ്പം എനിക്ക് എല്ലാവർക്കും ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കാം. ഇവിടെ ഇരുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത്. ഒരാൾക്ക് റൈഡ് കൊടുക്കുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഒരാളെ കൈത്താങ്ങൽ നൽകുന്നത്, ഒരാളെ ജസ്റ്റ് വിളിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഒരു വാക്കിന് പോകുന്നത്, ഇതൊക്കെ മിനിസ്ട്രിയുടെ പാർട്ടാണ്. ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. കമ്പാരിസൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി മൊത്തം പോയി. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ വാക്യങ്ങൾ, ഞാനിടുന്ന പ്രസംഗങ്ങൾ അങ്ങോട്ട് കയറുന്നില്ലല്ലോ, വ്യൂസ് കിട്ടുന്നില്ലല്ലോ. പക്ഷെ വേറെ ചാനലിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങ് വ്യൂസ് കയറുന്നു. അയ്യോ, നമ്മൾക്ക് റീച്ച് ചെയ്യേണ്ട ആളുകളെല്ലാം അത് കിട്ടിയിട്ടുണ്ട്, അല്ലേ? ഇപ്പം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നു, ഇവിടെ ഉള്ളവർക്ക് ആശ്വാസമാകാൻ വേണ്ടി കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത്. അനീഷ് ബ്രദർ കുടുംബം, ഇവിടെ ഓരോ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ ഈ സഭയ്ക്ക് പ്രയോജനമാകുവാൻ വേണ്ടിയാണ് കുടുംബത്തിലാക്കിയിരിക്കുന്നത്. ആ റോളിൽ നാം വിശ്വസ്തരാകുമ്പോഴാണ് കർത്താവ് നമ്മെ അധികത്തിന് വിചാരകരാക്കുന്നത്. എന്നു വെച്ചാൽ ഇവിടുന്ന് മാറിപ്പോകുന്നതെന്നല്ല പറയുന്നത്, ഇവിടെ പുതിയ വിശ്വാസികളെ കർത്താവ് ഒരുക്കും. അവരെയും കൂടെ ടേക്ക് കെയർ ചെയ്യാനുള്ള മനോഭാവങ്ങൾ, നമ്മുടെ ഹൃദയവിശാലതയൊക്കെ ഉണ്ടാകുകയാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ അതിനെ സംഭവിക്കും. പത്രോസ് പറയാണ്, എടാ നീ നിന്റെ മിനിസ്ട്രിയെ ഫോക്കസ് ചെയ്യുക, നീ യോഹന്നാൻ്റെ മിനിസ്ട്രി എന്താന്ന് പറഞ്ഞ് നീ കമ്പാരിസണിലേക്ക് പോകരുത്. ഈ ഡേഞ്ചർ ഓഫ് കമ്പാരിസൺ, നമ്മുടെ ജീവിതത്തിൽ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണേ. ഒന്ന് പ്രൈഡ് ഉണ്ടാകും, നീളം ഉണ്ടാകും, ഞാൻ മറ്റവനെക്കാട്ടിലും ബെറ്ററാ, എൻവി, അസൂയ ഉണ്ടാകും. എന്നാൽ എനിക്ക് ബെഫിൻ ബ്രദറിനെ പോലെ കോഡിങ് ചെയ്യാൻ അറിയത്തില്ലല്ലോ, എൻവി ഉണ്ടാകും, അസൂയ ഉണ്ടാകും. എന്നാലും ജെഫിനെ പോലെ എനിക്ക് ആളുകളോട് അവരുടെ സൈക്കോളജിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു അസൂയ ഉണ്ടാകും. ഓരോരുത്തരുടെ ശുശ്രൂഷകളോട് എനിക്ക് അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3, ഡിസ്കറേജ്മെൻറ്റ്. ഞാനോ എന്നെ കർത്താവ് വിളിച്ചേക്കുന്നത് ബാക്കിൽ മിക്സറിൻ്റെ അടുത്തിരിക്കാനും PPT ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ മിനിസ്ട്രിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഞാൻ വന്നില്ലെങ്കിലും വേറെ ആൾ അടുത്തത് റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടാകും. ഇത് കാരണം നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രിയിൽ നിന്ന് നമ്മൾ ഡിസ്കറേജ്ഡ് ആയി പോകും. കമ്പാരിസൺ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. 4, ഡിസ്ട്രാക്ഷൻ. എന്നെ വിളിച്ചൊരു വേലയുണ്ട്, ഞാൻ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഇപ്പുറത്തും അപ്പുറത്തും നോക്കിയിരിക്കുകയാണ്.
അപ്പം ഞാൻ എൻ്റെ മിനിസ്ട്രി ചെയ്യുന്നില്ല. അതല്ല എബ്രായത്തിൽ കാണുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശുവിനെ നോക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തേ ഇല്ല. നമ്മുടെ ഹൃദയത്തിൽ കമ്പാരിസൺ ഉണ്ടാകല്ലേ. നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചൊരു വേലയുണ്ട്. ദാറ്റ് ഈസ് യുണീക്ക് ഫോർ യുവർ സെൽഫ്. ഇതിനകത്ത് നമ്മൾ മറ്റുള്ളവർ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറി പോകരുത്. നമ്മൾ സ്റ്റേജിൽ വരുന്നത് മാത്രമല്ല മിനിസ്ട്രി, സ്റ്റേജിൽ വരുന്നതല്ല, ലൈം ലൈറ്റിൽ വരുന്നത് മാത്രമല്ല മിനിസ്ട്രി. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നതിന് പിന്നിൽ ചെയ്യുന്ന ഒത്തിരി വർക്കുകളുണ്ട്. ഞാൻ ഇവിടുത്തെ കാര്യം തന്നെ പറയാം. ചർച്ചിൽ വരുമ്പോൾ ഏകദേശം 5:15 ആകുന്ന സമയം തൊട്ടാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ ഈ മൈക്ക് സെറ്റുകൾ, ഈ ചെയർസ് അറേഞ്ച് ചെയ്യുന്ന ആളുകളുണ്ട്, ഈ ടേബിൾസ് എല്ലാം അറേഞ്ച് ചെയ്ത് ശേഷം ഇത് കഴിഞ്ഞിട്ട് ഈ ടേബിൾസ് എല്ലാം തിരിച്ച് പിടിച്ചിടുകയും ഇവിടെ വാക്യൂം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെ ആരെയും ചിലപ്പോൾ ആളുകൾ കാണത്തില്ലായിരിക്കാം, പക്ഷെ അവരെ എല്ലാം കർത്താവ് ഓരോ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൺഡേ സ്കൂള് പല ആൾക്കാരും ലേറ്റായിട്ട് 10 മണിക്ക് വന്നു കഴിയുമ്പോൾ സൺഡേ സ്കൂൾ നടന്നെന്ന് പോലും അറിയത്തില്ല. ഇതിനിടയ്ക്ക് ലേഡീസിൻ്റെ മീറ്റിംഗ് ഉണ്ട്, PYP നടക്കുന്നുണ്ട്, എല്ലാ കൂട്ടായ്മകളും ഉണ്ട്. ഇതിനിടയ്ക്ക് പേഴ്സണൽ മീറ്റിംഗ്സ് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. ഇതൊക്കെ മിനിസ്ട്രിയുടെ പാർട്ടാണ്. ഇതൊക്കെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങളാണ്. അത് നാം വിശ്വസ്തയോട് കൈകാര്യം ചെയ്യണം. എൻ്റെ മിനിസ്ട്രി മറ്റൊരാളുടെ മിനിസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് പിന്മാറി പോകുന്നതിനൊരു കാരണം ഈ കമ്പാരിസൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പത്രോസ് ശരിക്കും റിസ്റ്റോർഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നി പോവുകയാണ് ഈ പത്രോസിൻ്റെ ഈ വാചകം കേട്ടപ്പം. കാരണം നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് ഇവൻ്റെ തലയിൽ ശരിക്കും അങ്ങോട്ട് കയറിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. ദ ക്യൂർ ഫോർ കമ്പാരിസൺ യേശു പറയുകയാണ്. അടുത്ത വാക്യത്തിലേക്ക് വരികയാണ്. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്? എടാ ഗുഹേ, നിനക്ക് എന്താടാ? അവൻ ജീവിച്ചാലും മരിച്ചാലും നിനക്കെന്താ എന്നാണ് യേശു ചോദിക്കുന്നത്. നീ എന്നെ അനുഗമിക്കുക, അല്ലേ? നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എടാ മോനെ, നീ മറ്റൊരുവന്റെ മിനിസ്ട്രിയെ നോക്കി നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. നീ ആദ്യം എന്നെ അനുഗമിക്കുക. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കേട്ടോ. എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മിനിസ്ട്രിയെ മറ്റൊരു വ്യക്തിയുടെ മിനിസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഉടനെ നമ്മൾ ആലോചിച്ചോണം, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ എന്ന് ഞാനൊന്ന് ചിന്തിക്കണം. നമ്മുടെ പലപ്പോഴും ഇന്ന് ഒത്തിരി വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ഒക്കെ കാലം അല്ലേ, ഫേസ്ബുക്കിലും ഇപ്പം എനിക്കടുത്ത് എവിടൊക്കെയാണോ അതിനുവേണ്ടി പ്രത്യേക പത്രങ്ങൾ വരെ ഉണ്ട്. പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ സ്വർഗീയ കാഴ്ചപ്പാട്, ക്രിസ്തുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട വ്യക്തി ജീവിതങ്ങൾ മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഞാൻ ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ മനസ്സിൽ വന്നു, പക്ഷെ ഒന്നും പറയുന്നില്ല, പോട്ടെ. നമ്മളെ വിളിച്ചത് എന്തിനാണ് കർത്താവ്? നമ്മൾ എന്തിനാണ് കർത്താവ്? നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾക്ക് ലെഗസീസ് പറയാം. ഞാൻ 30 വർഷമായിട്ട് പെന്തക്കോസ്റ്റിൻ്റെ ഇപ്പം 5-ാമത്തെ തലമുറ ഞാൻ തോന്നുന്നല്ലേ, 5-ാമത്തെ തലമുറയുടെ 4-ാമത്തെ പാർട്ടാണ് ഞാൻ. കർത്താവിനെ അനുഗമിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ ലെഗസീസ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന് ഈ പഴയ ലെഗസീസ് ആണ് പലരും പറഞ്ഞ് ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് പറയുന്നതിൻ്റെ റീസൺ. യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളോ, രക്ഷാനിർണയത്തിന് അനുഭവങ്ങളോ, യഥാർത്ഥമായ ആത്മീക ജീവിതത്തിൻ്റെ അനുഭവങ്ങളോ ഇവർ ടേസ്റ്റ് ചെയ്തിട്ടില്ല പലരും. ഞാൻ വിധിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്ന ഹൃദയങ്ങൾ കാണുമ്പോൾ വേദന തോന്നുന്നുണ്ട്. അയ്യോ, നമുക്കൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ നാം ശരിക്കും അനുഗമിക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഫസ്റ്റ് വി ഹാവ് ടു ലുക്ക് ടു ക്രൈസ്റ്റ്. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്യൂർ ഫോർ കമ്പാരിസൺ. ലുക്ക് അറ്റ് ക്രൈസ്റ്റ് മോർ ദാൻ അതേഴ്സ്. യേശു പറയുകയാണ്, നീ എന്നെ ആദ്യം അനുഗമിക്കുക. 2, റിമെമ്പർ യുവർ ഐഡൻറ്റിറ്റി. യേശു പറയുകയാണ്, നിനക്ക് ഓൾറെഡി ഒരു മിഷൻ ഞാൻ തന്നല്ലോ, നിനക്കൊരു പ്ലാറ്റ്ഫോം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിനക്കൊരു ഐഡൻറ്റിറ്റി ഞാൻ തന്നിട്ടുണ്ട്, നീ അതിനകത്തങ്ങ് വിശ്വസ്തരായിട്ടങ്ങ് നിൽക്കുക. 3, സെലിബ്രേറ്റ് ഗോഡ്സ് വർക്ക് ഇൻ അതേഴ്സ്. മറ്റുള്ളവർ ശുശ്രൂഷ ചെയ്യുന്ന കാണുമ്പം സന്തോഷിക്കണം. കർത്താവെ, അവനെ നിർത്തിയതിന് നന്ദി കർത്താവെ,
അവനെ ശുശ്രൂഷയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നൽകിയതിന് നന്ദി കർത്താവേ. അവനെ കർത്താവെ ആ ജെൻസീസിനെ നേടുവാൻ, അഡിക്ഷൻസിലൂടെ പോകുന്നവരെ നേടുവാൻ അവർക്ക് കൊടുത്ത ആ ഒരു കാഴ്ചപ്പാടിന് നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കർത്താവിന് നന്ദി പറയണം. അവരെ പ്രാർത്ഥനയിൽ നാം കൈത്താങ്കൾ നൽകണം. ആൻഡ് ഓൾസോ ബി ഫെയ്ത്ത്ഫുൾ വെയർ ഗോഡ് ഹാസ് പ്രൈസ്ഡ് us. എനിക്ക് യോഹന്നാനെ പോലെ ആകണ്ട കർത്താവെ, എന്നെ ഏൽപ്പിച്ചത് ഞാൻ അങ്ങ് ചെയ്യാൻ എനിക്ക് കൃപ നൽകണം കർത്താവേ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് സകല സത്യത്തിനും വഴി നടത്തുന്ന ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ കർത്താവെ, എൻ്റെ നികളൊക്കെ അങ്ങ് കളയണം കർത്താവെ, എൻ്റെ അസൂയൊക്കെ ഒന്ന് കളയണം കർത്താവെ, എന്നെ മുറ്റുമായിട്ട് അങ്ങ് അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നുള്ള പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ അടുത്തൊരു ആർട്ടിക്കിൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഞാനിങ്ങനെ ഈ യോഹന്നാൻ്റെയും പത്രോസിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. യോഹന്നാൻ്റെ മിനിസ്ട്രി, പത്രോസിൻ്റെ മിനിസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ പത്രോസ് ഹി ബിക്കേം ആസ് ദ ചർച്ച് ലീഡർ, അല്ലേ? ആദിമ സഭയുടെ ലീഡറായിട്ട് ആരാ മാറിയത്? പത്രോസ്. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ ഒറ്റയടിക്ക് 3000 പേര് രക്ഷിക്കപ്പെടുന്ന വലിയ മിനിസ്ട്രിയാണ് പത്രോസ് ചെയ്യുന്നത്. അദ്ദേഹം പബ്ലിക് പ്രീച്ചിങ് നടത്തുന്നുണ്ട്, അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പോയിട്ട് സംസാരിക്കുന്ന ഉടനെ കർത്താവ് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്കെന്ന് ഉടനടി അത്ഭുതം നടക്കുകയാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്നു. അതോടൊപ്പം തന്നെ കർത്താവിന് വേണ്ടി സഫർ ചെയ്യുന്ന ഒരു സെർവൻ്റായിട്ട് അദ്ദേഹം മാറി. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി മാറുകയാണ്. ഈ വാക്യങ്ങൾ കാണുന്ന താൻ മരിക്കുന്ന വിധത്തെ പറ്റിയാണല്ലോ പറയുന്നത്. അവൻ്റെ കൈകാലുകൾ സ്ട്രെച്ച് ചെയ്ത് അവനെ ക്രൂശിച്ചാണ് കൊന്നത്. യോഹന്നാൻ്റെ മിനിസ്ട്രി നോക്കിയേ. യോഹന്നാൻ്റെ മിനിസ്ട്രിക്കകത്ത് അത്ഭുതങ്ങളൊന്നും കാണുന്നില്ല. യോഹന്നാൻ മിറക്കിൾസ് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെങ്കിൽ ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ യോഹന്നാൻ്റെ പേരുകൾ വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്കൊന്ന് 13-ാമത്തെ അധ്യായം വരെ പത്രോസാണ് മെയിൻ ക്യാരക്ടർ. അതിനുശേഷം പിന്നെ വരുന്നത് പൗലോസാണ്. ഈ യോഹന്നാൻ്റെ പേര് അങ്ങനെ എവിഡൻ്റ്ലി കാണുന്നില്ല, ആ ആദ്യത്തെ സഭയുടെ ആ വളർച്ചയിൽ കാണുന്നില്ല. പക്ഷെങ്കിൽ ഹി റോട്ട് ദ ഗോസ്പൽ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ ആരാണ്? യോഹന്നാൻ എഴുതി. ശേഷം 1 ജോൺ, 2 ജോൺ, 3 ജോൺ, 3 ലേഖനങ്ങൾ ആരെഴുതി? യോഹന്നാൻ എഴുതി. പിന്നെ അവസാനമായിട്ട് വെളിപ്പാട്. ഇത്രയും കാര്യങ്ങൾ എഴുതുവാൻ ആരെ കർത്താവ് ഉപയോഗിച്ചു? യോഹന്നാനെ ഉപയോഗിച്ചു. ഞാനൊരു കമ്പാരിസൺ ചാർട്ട് ഞാൻ പിന്നത്തേത് നിങ്ങൾക്ക് അയച്ചു തരാം. പത്രോസ് എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്നാണ്, സ്റ്റാൻഡ് ഫേം. നിങ്ങൾ കർത്താവിൽ വസിപ്പീൻ, നിങ്ങൾ അവനെ ഉറച്ചു നിൽപ്പീൻ. സ്റ്റാൻഡ് ഫേം എന്നുള്ള കാര്യമായിരുന്നു. യേശുവിനെ പറ്റിയുള്ള വാക്യങ്ങളായിരുന്നു. യേശു ആരെന്നുള്ള കാര്യത്തെപ്പറ്റി ആ തിയോളജിക്കൽ റെവലേഷൻസ് ആണ് യോഹന്നാൻ തൻ്റെ ലേഖനങ്ങളിലൂടെ പറയുവാൻ ഇടയായിത്തീർന്നു. യോഹന്നാൻ പിന്നത്തേതിൽ നമുക്കറിയാം സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. കുഞ്ഞുങ്ങളെ, നാം കർത്താവിനെ സ്നേഹിച്ചു, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് അവനിൽ വസിച്ചാലേ പറ്റത്തുള്ളൂ. വെളിപ്പാടിലേക്ക് വരുമ്പോൾ അവൻ കാണുന്നത് മാറത്തു പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവനായി ആ മഹത്വമേറിയ പ്രത്യാശ, ആ ഒരു റെവലേഷൻ കാണുന്ന യോഹന്നാനായി മാറി. രണ്ടുപേരും മിനിസ്ട്രി ഡിഫറെൻ്റ് അല്ലേ? ഒരുവൻ മാർട്ടിയറായി മാറി, മറ്റവൻ നാച്ചുറൽ. യോഹന്നാൻ നാച്ചുറൽ ഡെത്ത് സംഭവിച്ചെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. നമുക്കറിയാം, അതിനു മുമ്പ് അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിടുന്നു, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുന്നില്ല, കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. രണ്ടുപേരുടെയും മിനിസ്ട്രി ഡിഫറെൻ്റ് ആയിരുന്നു, ബട്ട് ദേ വെർ സെർവിങ് വൺ ട്രൂ ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ പല ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ടാകുമായിരിക്കാം, പല ഐഡിയാസ് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഒക്കെ നമുക്ക് ബുദ്ധിയിലൊക്കെ കർത്താവ് തരുമായിരിക്കും. വി ആർ എക്സിക്യൂട്ടിങ് ഇറ്റ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എൻ്റെ പേര് വലുതാകാൻ വേണ്ടി അല്ല അവിടെ എനിക്ക് കർത്താവ് ശുശ്രൂഷ തന്നേക്കുന്നത്. കമ്പനി വലുതാകണം, കിങ്ഡം ഓഫ് ഗോഡ് വലുതാകണം. അനേകരെ യൂദാ പറയുന്നത് പോലെ അങ്കിയിൽ ചെളി പറ്റാതെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം. അതിനുവേണ്ടി പല വ്യത്യസ്തമായുള്ള തലങ്ങളിലൂടെ ആയിരിക്കാം കർത്താവ് നമ്മെ ശുശ്രൂഷയിൽ നടത്തുന്നത്. അന്നേരം നമ്മൾ അയ്യോ, ജോൺ പൈപ്പറിൻ്റെ പോലെ മിനിസ്ട്രി അല്ലല്ലോ എനിക്ക്, ജോൺ മക്കാർത്തറിനെ പോലെ അല്ലല്ലോ ഞാൻ, നാട്ടിലെ പറയാണ് ടിനു ജോർജ് പാസ്റ്ററിനെ പോലെ അല്ലല്ലോ ഞാൻ, അല്ലെങ്കിൽ IPCയിലുണ്ടായിരുന്ന KC ജോൺ പാസ്റ്ററെ പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ശുശ്രൂഷയെ ബിലിറ്റിൽ ചെയ്യരുത്. നമ്മൾ നമ്മുടെ ശുശ്രൂഷ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെറുതായി നമ്മൾ കാണരുത്. ഇതെല്ലാം പടിപടിയായിട്ട്
ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അവസാനത്തെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നല്ലവനും വിശ്വസ്തനുമായ ദാസനായിരുന്നോ? നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നീ അധികത്തിന് വിചാരകനാകുക എന്നുള്ള ആ ഒറ്റ കോളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പത്രോസിനെ പോലെ നിഗളം ഉണ്ടാകരുത്. പത്രോസിനെ പോലെ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. സോ ജോൺ ടീച്ചസ് us to rest in Christ's heart. Peter teaches us to walk in Christ's footstep. യോഹന്നാൻ പറഞ്ഞത് എങ്ങനെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളതാണ്. പക്ഷേ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, എങ്ങനെ ക്രിസ്തുവിൻ്റെ ചുവടുകളിൽ നടക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. ജോൺ റിവീൽസ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. പീറ്റർ ഷോസ് വാട്ട് ദാറ്റ് ഗ്ലോറി ലുക്സ് ലൈക്ക് ഇൻ ദ ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ. തൻ്റെ ജീവിതത്തിലൂടെ ആ ഗ്ലോറി എങ്ങനെ കാട്ടിത്തരുന്നു എന്നുള്ള കാര്യമാണ് പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ഇൻ ഡിസൈപ്പിൾഷിപ്പ് ഈസ് നോട്ട് ഓൾവേസ് ഡിനൈയിങ് ജീസസ്. സംടൈംസ് ഇറ്റ് ഈസ് ബീയിങ് so focused on another person's journey that we stop faithfully walking our own. നമ്മൾ പലപ്പോഴും ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ആയിട്ട് പറയുന്നത് ഡിനൈയിങ് ജീസസിനെ പറ്റി പറയുന്നുണ്ടല്ലേ, നമ്മൾ തെറ്റിപ്പോയി, യേശുവിനെ തിരിച്ച് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ചിലപ്പോൾ സഭകളിൽ സംഭവിക്കുന്ന ആ ഒരു വലിയൊരു ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ എന്ന് പറയുന്നത് എൻ്റെ ശുശ്രൂഷയെ മറ്റൊരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് സഭകളിൽ ഉണ്ടാകുന്നത്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ദ റിസൺ ക്രൈസ്റ്റ് ലീവ്സ് ആൻ അൺഫിനിഷ്ഡ് സ്റ്റോറി. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. സുവിശേഷം എഴുതിയത് എന്തിനു വേണ്ടിയാണ്? എല്ലാ റെക്കോർഡ്സും എഴുതി വച്ചിരിക്കുകയല്ല, പകരം ഒരുവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാനുള്ള എല്ലാം ഈ തിരുവെഴുത്തുകളിൽ ഉണ്ട്. ഈ അടുത്ത സമയങ്ങളിലെ ദി ചോസൺ എന്ന് പറഞ്ഞൊരു സീരീസ്, അപ്പം അവർ പുതിയ മിറക്കിൾസ് അതിനകത്ത് ആഡ് ചെയ്തതിൻ്റെ റീസൺ പറയുന്നത് ഈ വാക്യമാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയ കൊണ്ട് പുതിയത് ആഡ് ചെയ്യാം. അയ്യോ, ഇത് ഡിസ്ക്ലെയിമറായിട്ടല്ല യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെയല്ല. ഡിസ്ക്ലെയിമർ അല്ല, പുക വലിക്കരുതെന്ന് ഡിസ്ക്ലെയിമർ വെച്ചിട്ട് പുക വലിക്കുന്ന വീഡിയോസ് കാണിക്കുമല്ലോ, അതുപോലത്തെ അല്ല, ഡിസ്ക്ലെയിമർ അല്ല ഈ വാക്യം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയ വെച്ച് ആഡ് ചെയ്യാൻ വേണ്ടി അല്ല, പകരം ഒരുവൻ രക്ഷയ്ക്ക് ജ്ഞാനിയാവാനുള്ളത് സകലം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യാനുള്ളതായിട്ടില്ല. എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏച്ച് കിട്ടുന്നത് പോലെ ആയിപ്പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മതി ഒരുവനെ നിത്യതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയായിട്ട്. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വൻകാര്യങ്ങളും വീര്യപ്രവൃത്തികളും ഒത്തിരി അധികങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ തുടങ്ങിയല്ലേ, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. സയൻസ് ആൻഡ് വണ്ടേഴ്സ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സയൻസ് ആൻഡ് വണ്ടേഴ്സ്, ഇറ്റ് പോയിന്റഡ് ടു ദി ഫാദർ. every miracle in the gospel of John pointed to Christ and the Father. അവൻ്റെ മഹത്വം, പിതാവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി സംസാരിച്ച ക്രിസ്തു യേശു, പിതാവിൻ്റെ മഹത്വം മറ്റുള്ളവർ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ വെളിപ്പെടുത്തിയ യേശു, അവൻ മുഖാന്തരമല്ലാതെ താൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അരികിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ ആ വാക്യങ്ങൾ നാം മറന്നു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ യോഹന്നാൻ സുവിശേഷം പഠിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം തലയിൽ കാണത്തില്ലെന്നൊരു കാര്യം അറിയാം. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഇത്ര ഒറ്റ കാര്യമെങ്കിലും ഓർക്കുക, നീ എന്നെ അനുഗമിക്കുക, എന്നെയല്ല കർത്താവിനെ അനുഗമിക്കുക. വചനം നമ്മൾ ദിവസം പ്രതി വായിക്കുക, വചനം നമ്മൾ ദിവസം പ്രതി ധ്യാനിക്കുക. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ വചനത്തെ എൻ്റെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ചോളൂ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ അനുഗമിക്കുമ്പോൾ, കർത്താവിൻ്റെ പാതകളിൽ പിൻചെല്ലുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും നമ്മെ വഴി നടത്തുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും നമ്മെ ചേർത്ത് നിർത്തുവാനും അവൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ മിനിസ്ട്രിയിൽ ഫെയ്ത്ത്ഫുൾ ആകുക, നമ്മൾ
നമുക്ക് അധികകാലം ഇല്ല, കർത്താവ് വരാറായി. അല്ലെങ്കിൽ നമ്മുടെ മരണത്തോടെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. നാളത്തെ രാവിലെ എനിക്കുണ്ടെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന അധികം ഉത്തമമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിൻ സ്ഥലത്ത് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഐ എം ജസ്റ്റ് കമ്മിങ് ടു യുവർ ഗ്രേസ്. എന്നെ അങ്ങനൊന്ന് പണിതെടുക്കണം കർത്താവേ. അങ്ങയുടെ ശുദ്ധീകരണം ഞങ്ങൾക്ക് നൽകണം കർത്താവേ. നമുക്കൊരു ദിവസം കണ്ണുകളെ അടയ്ക്കാം.